ഹലോ സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എപ്പോഴാണ് ഈക്വൽ ആവുന്നത്, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ എങ്ങനെയാണ് സബ്ട്രാക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റിയൽ നമ്പേഴ്സിൽ നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോംപ്ലക്സ് നമ്പേഴ്സിലും അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഉണ്ട്. പക്ഷേ ഡിവിഷൻ എന്നുള്ള ടോപ്പിക്ക് നമുക്ക് പഠിക്കാൻ ഇല്ല. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എപ്പോഴാണ് ഈക്വൽ ആവുന്നത്, അതാണ് ആദ്യം പഠിക്കേണ്ടത്. വളരെ സിമ്പിളാണ്. ഒരു കോംപ്ലക്സ് നമ്പർ Z2 തന്നിട്ടുണ്ട്, Z1 തന്നിട്ടുണ്ട്. അത് A1 + IB1. അടുത്ത കോംപ്ലക്സ് നമ്പർ Z2 തന്നിട്ടുണ്ട്, അത് A2 + IB2. ഇവിടെ A1 പറയുന്ന പേര് റിയൽ പാർട്ട് ഓഫ് Z1. A1 റിയൽ പാർട്ട് ഓഫ് Z1. ഇവിടെ A2 എന്ന് പറയുന്നത് Z2 റിയൽ പാർട്ട്. ഇവിടെ B1 ഉണ്ട്. B1 എന്ന് പറയുന്നത് Z1 ഇമാജിനറി പാർട്ട്. ഇവിടുത്തെ B2 എന്ന് പറയുന്നത് Z2 ഇമാജിനറി പാർട്ട്. ഇനി നമുക്ക് വേണ്ടത് Z1 ഉം Z2 ഈക്വൽ ആവുന്നത് എപ്പോഴാണ്. Z1 = Z2 ആവുന്നത് എപ്പോഴാണെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. These two complex numbers are equal if and only if. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ എന്ന് പറയും. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ പറയുക. ഫസ്റ്റ് കണ്ടീഷൻ A1 = A2. സെക്കൻഡ് കണ്ടീഷൻ B1 = B2. അതായത് ഈ Z1 ഉം Z2 ഈക്വൽ ആകണമെങ്കിൽ A1 ഉം A2 ഈക്വൽ ആവണം. അതായത് റിയൽ പാർട്ടുകൾ ഈക്വൽ ആവണം. B1 ഉം B2 ഈക്വൽ ആവണം. അതായത് ഇമാജിനറി പാർട്ടുകൾ ഈക്വൽ ആവണം. അപ്പോൾ A1 = A2 വരെ നമുക്ക് എന്ത് എഴുതാം? റിയൽ പാർട്ട് ഓഫ് Z1 = റിയൽ പാർട്ട് ഓഫ് Z2. അപ്പം A1 A2 അതായത് റിയൽ പാർട്ടുകൾ ഈക്വൽ ആവണം. ആൻഡ് B1 = B2 അതായത് ഇമാജിനറി പാർട്ടുകൾ ഈക്വൽ ആവണം. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് Z1 ഉം Z2 ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ ഇതാണ്. രണ്ടിൻ്റെയും റിയൽ പാർട്ട് ഈക്വൽ ആയിരിക്കണം, രണ്ടിൻ്റെയും ഇമാജിനറി പാർട്ട് ഈക്വൽ ആവണം. അതായത് A1 = A2 ആവണം, B1 = B2 ആകണം. എന്നാലേ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ നമുക്ക് ഈക്വൽ എന്ന് പറയാൻ പറ്റും. ഇത് വെച്ചിട്ട് സിമ്പിളായിട്ടൊരു പ്രോബ്ലം ചോദിക്കും. അതിതാണ്, ലെറ്റ് Z1 = A + I3 ആൻഡ് Z2 = 2 + IB. ഓക്കെ, അപ്പോൾ Z1 എന്നൊരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്. അതിൻ്റെ റിയൽ പാർട്ട് A, ഇമാജിനറി പാർട്ട് 3. അടുത്ത Z2 എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ വന്നിട്ടുണ്ട്. അതിൻ്റെ റിയൽ പാർട്ട് 2, ഇമാജിനറി പാർട്ട് B. ഫൈൻഡ് A ആൻഡ് B. എയും ബി അറിയത്തില്ല, കണ്ടുപിടിക്കണം. ഫൈൻഡ് A ആൻഡ് B if കണ്ടീഷൻ ഉണ്ട്. എയും ബിയും കണ്ടുപിടിക്കാൻ കണ്ടീഷൻ എന്താ? if Z1 = Z2. അതായത് ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആകുമ്പോൾ എയുടെ വാല്യൂ എന്താണ്, ബിയുടെ വാല്യൂ എന്താണ്. അപ്പോൾ Z1 = Z2 രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആവുന്നു. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ റിയൽ പാർട്ടുകൾ സെയിം ആയിരിക്കണം. അപ്പോൾ നോക്കാം, Z1 റിയൽ പാർട്ട് എന്ന് പറയുന്നത് A ആണ്, Z2 റിയൽ പാർട്ട് എന്ന് പറയുന്നത് 2 ആണ്. അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ A = 2. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? റിയൽ പാർട്ട് ഓഫ് Z1 = റിയൽ പാർട്ട് ഓഫ് Z2. ഇപ്പോൾ Z1 റിയൽ പാർട്ട് ഈക്വൽ ആവണം. Z1 റിയൽ പാർട്ട് A, Z2 റിയൽ പാർട്ട് 2. അപ്പോൾ A = 2. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഇമാജിനറി പാർട്ട് ഈക്വൽ ആവണം. അപ്പോൾ Z1 Z2 ആകുമ്പോൾ Z1 ഇമാജിനറി പാർട്ട് Z2 ഇമാജിനറി പാർട്ട്.
അപ്പോൾ ഇമാജിനറി പാർട്ട് ഓഫ് Z1 ഇസ് ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് Z2. അപ്പോൾ ഇമാജിനറി പാർട്ട് ഓഫ് Z1 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 ഇസ് ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് Z2. Z2ൻ്റെ ഇമാജിനറി പാർട്ട് B ആണ്. അപ്പോൾ 3 ഇസ് ഈക്വൽ ടു B, അല്ലെങ്കിൽ B ഇസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് പറയാം. അപ്പോൾ A ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി, B ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഇത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. ഇവിടെ 2ഉം 3ഉം രണ്ട് ഇൻറ്റിജേഴ്സാണ്, അല്ലെങ്കിൽ ജനറലായിട്ട് നമുക്ക് റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ 2 നോട്ട് ഈസ് ഈക്വൽ ടു 3 എന്ന് നമുക്കൊക്കെ അറിയാം. 2 3യേക്കാളും ചെറുതാണെന്നറിയാം. 4 എന്ന് പറയുന്നത് 3യേക്കാളും വലുതെന്നറിയാം. ഇവിടെ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നിരിക്കുക. Z1 ഇസ് ഈക്വൽ ടു 2 പ്ലസ് 3i, Z2 ഇസ് ഈക്വൽ ടു 3 പ്ലസ് 4i. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സാണ്. ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സും ഈക്വൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാം നമുക്ക്. ഈക്വൽ ആവണമെങ്കിൽ ഈ 2ഉം 3ഉം ഈക്വൽ ആവണം. കണ്ടീഷൻ എന്താ? റിയൽ പാർട്ട് ഓഫ് Z1 ഈസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് Z2. അപ്പോൾ ഇത് 2 ഇത് 3 രണ്ട് ഈക്വൽ അല്ലാത്തതുകൊണ്ട് 2 നോട്ട് ഈസ് ഈക്വൽ ടു 3 ആണ്. ഈക്വൽ അല്ലാത്തതുകൊണ്ട് Z1 നോട്ട് ഈസ് ഈക്വൽ ടു Z2 എന്ന് പറയാം. ഓക്കെ, അപ്പം കോംപ്ലക്സ് നമ്പേഴ്സ്, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഈക്വൽ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും, ഈക്വൽ ആണെന്നും പറയാൻ പറ്റും. അപ്പോൾ ഈക്വൽ ആവുന്ന കണ്ടീഷനുണ്ട്, ഈക്വൽ ആവാത്തതിനും കണ്ടീഷനുണ്ട്. എന്നാൽ ഇതിൽ ഏത് കോംപ്ലക്സ് നമ്പറാണ് വലിയ കോംപ്ലക്സ് നമ്പർ? 2 പ്ലസ് 3i ആണോ വലുത്, 3 പ്ലസ് 4i ആണോ വലുത്? കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഒരു കുഴപ്പം ഇതാണ്, അതിന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഈക്വൽ ആണോ ഈക്വൽ അല്ലയോ എന്ന് പറയാം, പക്ഷേ വലുതാണോ ചെറുതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നിട്ട് ഇതിൽ ഏത് കോംപ്ലക്സ് നമ്പറാണ് വലുത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? അതിന് കോംപ്ലക്സ് നമ്പേഴ്സിനെ തമ്മിൽ നമുക്ക് ഒന്ന് വലുതെന്നോ ഒന്ന് ചെറുതെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് ഈ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പ്രത്യേകത. വലുത് ചെറുതെന്ന് പറയാൻ പറ്റത്തില്ല. ഈക്വൽ ആണോ ഈക്വൽ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത നമ്മൾ അഡീഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ് പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഒന്ന് Z1, ആ കോംപ്ലക്സ് നമ്പർ A1 പ്ലസ് IB1. A1 എന്ന് പറയുന്ന റിയൽ പാർട്ടും B1 എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടുമാണ്. രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ Z2, അതിൻ്റെ റിയൽ A2 പ്ലസ് IB2, റിയൽ പാർട്ട് A2, ഇമാജിനറി പാർട്ട് B2. ഇനി ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സും തമ്മിൽ ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്യാനുള്ള റൂൾ ഇതാണ്. റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യണം. റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? A1 A2. അപ്പോൾ A1 എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് Z1. അപ്പോൾ Z1ഉം Z2 ആഡ് ചെയ്യാനുള്ള കണ്ടീഷൻ ആദ്യം റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് Z1 പ്ലസ് റിയൽ പാർട്ട് ഓഫ് Z2 എന്ന് കിട്ടും. അതൊരു ബ്രാക്കറ്റിൽ ഇടണം. പിന്നെ ഒരു I ഇടണം, പ്ലസ് I. എന്നിട്ട് ഇമാജിനറി പാർട്ടുകൾ ആഡ് ചെയ്യണം. ഇമാജിനറി പാർട്ട് ഓഫ് Z1 പ്ലസ് ഇമാജിനറി പാർട്ട് ഓഫ് Z2. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? റിയൽ പാർട്ടുകൾ ആഡ് ചെയ്യണം, എന്നിട്ട് പ്ലസ് ഇടണം, എന്നിട്ട് I കൊടുക്കണം, എന്നിട്ട് ഇമാജിനറി പാർട്ടുകൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ റിയൽ പാർട്ട് ഓഫ് Z1 എന്ന് പറഞ്ഞാൽ A1 ആണ്. അപ്പോൾ A1 പ്ലസ് റിയൽ പാർട്ട് ഓഫ് Z2 A2 ആണ്. അപ്പോൾ A1 പ്ലസ് A2 പ്ലസ് I ഇൻറ്റു B1 പ്ലസ് B2. അപ്പോൾ റിയൽ പാർട്ട് ആഡ് ചെയ്യുന്നു, ഇമാജിനറി പാർട്ടുകൾ ആഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട്. ഇതിൻ്റെ ഇപ്പോൾ A1ഉം B1ഉം മാറ്റിയിട്ട് നമ്പേഴ്സ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യും. ഇനി അഡീഷൻ്റെ ഒരു പ്രോബ്ലമാണ്. ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ Z1 ഈസ് 2 പ്ലസ് 3i. ഇപ്പോൾ നമ്പേഴ്സ് കൊടുത്ത് എക്കും ബി ഒക്കെ മാറ്റിയിട്ട് 2 പ്ലസ് 3i എന്ന് എഴുതി. Z2 എന്ന് പറയുന്നത് 4 പ്ലസ് 5i. അങ്ങനെയാണെങ്കിൽ Z1ഉം Z2ഉം കൂടെ ആഡ് ചെയ്താൽ ഏത് കോംപ്ലക്സ് നമ്പറാണ് കിട്ടുന്നത്? അപ്പോൾ നോക്കാം നമുക്ക്. Z1 പ്ലസ് Z2, നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യണം. റിയൽ പാർട്സ് ഏതാണെന്ന് പറഞ്ഞാൽ 2ഉം 4ഉം ആണ്. ഇതാണ് റിയൽ പാർട്സ്, ഇത് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ 2 പ്ലസ് 4, പിന്നെ ഒരു I ഇടണം, പ്ലസ് ഇടണം, പിന്നെ ഒരു I ഇടണം, എന്നിട്ട് ഇമാജിനറി പാർട്ടുകൾ ആഡ് ചെയ്യണം. ഇമാജിനറി പാർട്സ് 3ഉം 5ഉം ആണ്, അത് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ 3 പ്ലസ് 5, അപ്പോൾ 2 പ്ലസ് 4 6 പ്ലസ് 5 പ്ലസ് 3 8, അപ്പോൾ 8i, 6 പ്ലസ് 8i എന്ന് വരും. ഇതാണ് Z1 പ്ലസ് Z2. വളരെ എളുപ്പമാണ്, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും.
അല്ലാതെ വേറെ കൂടുതലൊന്നും ചോദിക്കാനകത്തില്ല. അപ്പോൾ ഇതൊക്കെ ചോദിക്കും. അടുത്ത പ്രോബ്ലം, ലെറ്റ് Z1 ഈസ് ഈക്വൽ ടു -2 + 3i, Z2 ഈസ് ഈക്വൽ ടു 3 - 4i. നേരത്തെയുള്ള പ്രോബ്ലത്തിൽ എല്ലാം പ്ലസ് ആയിരുന്നുകൊണ്ട് എളുപ്പമായിരുന്നു. ഇതിപ്പം പ്ലസും മൈനസും ഒക്കെ വരുന്നതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യാം. Z1 + Z2 ഈസ് ഈക്വൽ ടു റിയൽ പാർട്സ് ആഡ് ചെയ്യണം. റിയൽ പാർട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ -2, ഇവിടെ 3, അത് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ -2 + 3, അപ്പോൾ റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു. പ്ലസ് i ഇൻറ്റു ഇമാജിനറി പാർട്സ്. ഇവിടെ 3 ആണ് ഇമാജിനറി പാർട്ട്, ഇവിടുത്തെ ഇമാജിനറി പാർട്ട് -4 ആണ്. കോംപ്ലക്സ് നമ്പറിന് എഴുതുന്നത് നമ്മൾ a + ib എന്നാണ്. അപ്പോൾ ഇവിടെ പ്ലസ് ആണ് വരേണ്ടത്. അപ്പം പ്ലസ് -4 എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ ഇവിടെ അത് ശ്രദ്ധിക്കണം. നിങ്ങൾ വെറുതെ 4 എന്ന് എഴുതിയാൽ ആൻസർ തെറ്റിപ്പോവും. ഇമാജിനറി പാർട്ടായിട്ട് എഴുതേണ്ടത് -4 ആണ്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ 3 തന്നെ, ഇവിടെ മൈനസ് ആയതുകൊണ്ട് -4 എന്ന് എടുക്കണം. അപ്പോൾ 3 + -4, അതാണ് ഇമാജിനറി പാർട്സിൻ്റെ അഡീഷൻ. -2 + 3 അല്ലെങ്കിൽ 3 - 2 എന്ന് എഴുതാം. 3 - 2 1 ആണ്. 1 + i ഇൻറ്റു 3 - 4 എന്ന് വരും. പ്ലസ് മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ്. അപ്പോൾ 3 - 4 എന്ന് പറഞ്ഞാൽ -1. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇത് നമുക്ക് 1 - i എന്ന് എഴുതാം. ഇപ്പോൾ 2 പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏത് പ്രോബ്ലം വന്നാലും ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത്. ഇത് വളരെ എളുപ്പമാണ്. അടുത്തത്, സബ്ട്രാക്ഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്. അതായത് ഒരു കോംപ്ലക്സിൽ നിന്നും മറ്റൊരു കോംപ്ലക്സ് നമ്പർ സബ്ട്രാക്ട് ചെയ്യണം. അതായത് ഇവിടുത്തെ Z1 എന്നുള്ള കോംപ്ലക്സ് നമ്പറിൽ നിന്നും Z2 എന്നുള്ള കോംപ്ലക്സ് നമ്പർ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ Z1 എന്ന് പറയുന്നത് a1 + ib1 ആണ്. അതിൽ a1 ആണ് റിയൽ പാർട്ട്, b1 ആണ് ഇമാജിനറി പാർട്ട്. Z2 = a2 + ib2, അതിൽ a2 റിയൽ പാർട്ട്, b2 ഇമാജിനറി പാർട്ട്. നമ്മൾ ഇനി ഈ ഫസ്റ്റ് കോംപ്ലക്സ് നമ്പറിൽ നിന്നും സെക്കൻഡ് കോംപ്ലക്സ് നമ്പർ സബ്ട്രാക്ട് ചെയ്യണം. അതായത് ഈ സിമ്പിൾ ഇതാണ്, Z1 - Z2. അതിനുള്ള കണ്ടീഷൻ ഇതാണ്, Z1 - Z2 = റിയൽ പാർട്ട് ഓഫ് Z1. ആദ്യത്തെ കോംപ്ലക്സ് നമ്പർ Z1, അപ്പോൾ റിയൽ പാർട്ട് ഓഫ് Z1 മൈനസ് റിയൽ പാർട്ട് ഓഫ് Z2. അതായത് ഫസ്റ്റ് കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ടിൽ നിന്നും സെക്കൻഡ് കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് സബ്ട്രാക്ട് ചെയ്യണം. നേരത്തെ എങ്ങനെയായിരുന്നു? ആഡ് ചെയ്തു, ഇവിടെ സബ്ട്രാക്ട് ചെയ്യണം. പ്ലസ് i ഇൻറ്റു ഫസ്റ്റ് കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ട്. അപ്പോൾ ഇമാജിനറി പാർട്ട് ഓഫ് Z1, അതിൽ നിന്നും ഇമാജിനറി പാർട്ട് ഓഫ് Z2 സബ്ട്രാക്ട് ചെയ്യണം. ഇമാജിനറി പാർട്ട് ഓഫ് Z1 മൈനസ് ഇമാജിനറി പാർട്ട് ഓഫ് Z2. ഇവിടെ റിയൽ പാർട്ട് ഓഫ് Z1 എന്ന് പറയുന്നത് a1 ആണ്, മൈനസ് റിയൽ പാർട്ട് ഓഫ് Z2 b1. അപ്പോൾ a1 - b1 എന്ന് എഴുതാം. പ്ലസ് i ഇൻറ്റു ഇവിടെ ഇമാജിനറി പാർട്ട് ഓഫ് Z1, അത് b1 ആണ്. a2. തെറ്റിപ്പോയി. ഇവിടെ റിയൽ പാർട്ട് ഓഫ് Z1 മൈനസ് റിയൽ പാർട്ട് ഓഫ് Z2. റിയൽ പാർട്ട് ഓഫ് Z1 a1 ആണ്, മൈനസ് റിയൽ പാർട്ട് ഓഫ് Z2 a2. അപ്പം റിയൽ പാർട്സുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. പ്ലസ് i ഇൻറ്റു ഇത് ഇമാജിനറി പാർട്ട് ഓഫ് Z1 b1 ആണ്, മൈനസ് ഇമാജിനറി പാർട്ട് ഓഫ് Z2 ഈസ് b2. ഇതാണ് സബ്ട്രാക്ഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യാനായിട്ട് റിയൽ പാർട്ടുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം, ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. അടുത്ത പ്രോബ്ലമാണ്, Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്, 2 - 3i. അപ്പോൾ റിയൽ പാർട്ട് 2, ഇമാജിനറി പാർട്ട് ശ്രദ്ധിക്കണം -3 ആണ് ഇമാജിനറി പാർട്ട്. ഇവിടെ Z2 = -2 + 4i. ഇവിടെ റിയൽ പാർട്ട് -2, ഇമാജിനറി പാർട്ട് 4. നമുക്ക് Z1 - Z2 കണ്ടുപിടിക്കണം. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് Z1 മൈനസ് റിയൽ പാർട്ട് ഓഫ് Z2 പ്ലസ് i ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് Z1 മൈനസ് ഇമാജിനറി പാർട്ട് ഓഫ് Z2. ഇതാണ് ആ ഫോർമുല സബ്ട്രാക്ട് ചെയ്യാനുള്ള. = റിയൽ പാർട്ട് ഓഫ് Z1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 മൈനസ് ഇമാജിനറി പാർട്ട് -2 ആണ്, അത് ശ്രദ്ധിക്കണം. ഇമാജിനറി പാർട്ട് മൈനസ്, അപ്പോൾ 2 മൈനസ് -2 എന്ന് എഴുതണം. ഇവിടെയൊക്കെ നമ്മൾ തെറ്റാൻ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കണം. പ്ലസ് i ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് Z1. ഇമാജിനറി പാർട്ട് ഓഫ് Z1 ശ്രദ്ധിക്കണം, മൈനസ് എടുക്കണം.
ഇത് -3 എന്നാണ് വന്നിരിക്കുന്നത്. മൈനസ് എടുക്കണം, -3 എന്ന് എടുക്കണം. -3 മൈനസ് Z2 ഇമാജിനറി പാർട്ട്, അത് 4 ആണ്. ഇങ്ങനെ വരും. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യണം. ഇത് മൈനസ് മൈനസ് പ്ലസ് ആണ്, ഇതൊക്കെ നമുക്ക് അറിയണം. അപ്പോൾ 2 + 2 എന്ന് വരും. 2 + 2 പ്ലസ് i ഇൻറ്റു -3 -4, രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിലാണ് വരുന്നത്. -3 -4 ആകുമ്പോൾ -7 എന്ന് വരും. 2 + 2 4, 4 - 7i ഈസ് ദി ആൻസർ. -7 ആദ്യം എഴുതാം. 4 - 7i. Z1 - Z2 = 4 - 7i. ഇങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നത്. ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം. അടുത്ത പ്രോബ്ലം, Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ 2 + 3i. Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ -1 - 4i. ഫൈൻഡ് Z1 - Z2. അപ്പോൾ Z1 - Z2 കണ്ടുപിടിക്കാനായിട്ട് റൂളുണ്ട്. ആ റൂൾ അനുസരിച്ച് റിയൽ പാർട്ടുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ Z1 റിയൽ പാർട്ട് എടുക്കണം. പ്രത്യേകം എഴുതുന്നില്ല, ഇവിടെ കാണിച്ചിരുന്നതേ ഉള്ളൂ. Z1 റിയൽ പാർട്ട് 2. അപ്പോൾ 2 മൈനസ് Z2 റിയൽ പാർട്ട്, Z2 റിയൽ പാർട്ട് -1. അപ്പോൾ 2 മൈനസ് -1 എന്ന് വരും. അതായത് റിയൽ പാർട്ട് ഓഫ് Z1 മൈനസ് റിയൽ പാർട്ട് ഓഫ് Z2 എന്നാണ് എൻ്റെ ഫോർമുല. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് Z1 2 ആണ്, മൈനസ് റിയൽ പാർട്ട് ഓഫ് Z2 -1. ഇനി ഒരു പ്ലസ് ഇടണം, ഇൻറ്റു i, പ്ലസ് i എന്ന് എഴുതണം. എന്നിട്ട് ബ്രാക്കറ്റ്. ഈ ബ്രാക്കറ്റിൽ എഴുതേണ്ടത് ഇമാജിനറി പാർട്ട് ഓഫ് Z1 മൈനസ് ഇമാജിനറി പാർട്ട് ഓഫ് Z2. ഇമാജിനറി പാർട്ട് ഓഫ് Z1 ഇതാ, അതിൻ്റെ ഇമാജിനറി പാർട്ട് 3 എന്ന് എഴുതണം ആദ്യം. പിന്നെ ഒരു മൈനസ് കൊടുക്കണം. എന്നിട്ട് രണ്ടാമത്തത് Z2 ആണ് രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ, അതിൻ്റെ ഇമാജിനറി പാർട്ട്, അതിൻ്റെ ഇമാജിനറി പാർട്ട് ഇവിടെ -4 എന്നാണ് വരുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചോണം. 3 മൈനസ് -4 എന്ന് എഴുതണം. ഇത് 2 + 1 ആണ്. 2 + 1 3 പ്ലസ് i ഇൻറ്റു 3 + 4 എന്ന് വരും. മൈനസ് മൈനസ് പ്ലസ് ആണ്. അപ്പോൾ 3 + 4 7, i 7 or 7i, 3 + 7i. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കണം. വേറെ ബുക്കൊക്കെ നോക്കിയിട്ട്, ടെക്സ്റ്റ് ബുക്കൊക്കെ ഉടനെ ഇറങ്ങും, അതിൻ്റെ ബുക്കൊക്കെ നോക്കിയിട്ട് കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഇനി വേറൊരു ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് Z1 Z2, Z1 + Z2 എന്ന് കണ്ടുപിടിക്കാം നമുക്ക്. Z1 + Z2, അതായത് റിയൽ പാർട്ട് ആഡ് ചെയ്യണം. 2ഉം -1ഉം കൂടെ ആഡ് ചെയ്താൽ 1, പ്ലസ് i ഇൻറ്റു ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യണം. 3ഉം -4ഉം കൂടെ ആഡ് ചെയ്താൽ -1 ഇസ് ഈക്വൽ ടു 1 - i എന്ന് വരും. തിരിച്ച് ആഡ് ചെയ്താലോ, Z2 + Z1, Z2 + Z1 റിയൽ പാർട്ട് ആഡ് ചെയ്യണം. -1ഉം 2ഉം കൂടെ ആഡ് ചെയ്യണം. ഇത് 2ഉം -1ഉം ആഡ് ചെയ്യുന്നു, ഇത് -1ഉം 2ഉം ആഡ് ചെയ്യുന്നു. -1ഉം 2ഉം ആഡ് ചെയ്താൽ 1 ആണ്. പിന്നെ -4ഉം 3ഉം ആഡ് ചെയ്യുന്നു, അത് -1. 1 - i എന്ന് തന്നെ കിട്ടും. അതായത് Z1 + Z2 അഡീഷൻ ഏത് ഓർഡറിൽ ആഡ് ചെയ്താലും നമുക്ക് ആൻസർ കറക്റ്റ് ആയിരിക്കും. പക്ഷേ Z1 - Z2 എന്ന് പറയുന്നത് തിരിച്ചാവത്തില്ല. Z1 - Z2 നോട്ട് ഈസ് ഈക്വൽ ടു Z2 - Z1 ആണ്. ഇത് തിരിച്ച് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈക്വൽ ആവണമെന്നില്ല. പക്ഷേ ആഡ് ചെയ്യുമ്പോൾ ഏത് ഓർഡറിൽ ആഡ് ചെയ്താലും സെയിം ആയിരിക്കും. ഇതൊക്കെ പറയുന്നതിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് സബ്ട്രാക്ഷൻ എന്നാണ്. എന്നാൽ പ്രോപ്പർട്ടീസ് എന്നുള്ള ടോപ്പിക്ക് സിലബസിൽ പറയുന്നതേ ഇല്ല. അഡീഷൻ, സബ്ട്രാക്ഷൻ, ഈക്വാളിറ്റിയുടെ ഒക്കെ പ്രോപ്പർട്ടീസ് പഠിപ്പിക്കണമെന്ന് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. കാരണം എന്ന് വെച്ചാൽ സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പം പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കേണ്ട, സിലബസിൽ അത് പ്രത്യേകം പറയുന്നില്ല. അതുകൊണ്ട് പ്രോപ്പർട്ടീസ് ഞാൻ പഠിപ്പിക്കുന്നില്ല. ഇതിനകത്ത് കുറേ ഈ കോംപ്ലക്സ് നമ്പേഴ്സിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഈക്വാളിറ്റി, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ അത് ഈ ടോപ്പിക്ക് കഴിഞ്ഞു.